ആകപ്പാടെ എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയിലാണ് എല്ലാവരും. എന്തായാലും ആ വാർത്ത ഇപ്പോൾ എല്ലാവരും മനസ്സിലേക്ക് എടുത്ത് അത് അംഗീകരിച്ചിരിക്കുന്നു. പി ജെ കുര്യൻ കണക്കാരി പ്രദേശത്തുള്ള അവരുടെ നാട്ടുകാരനായിട്ടുള്ള പി ജെ കുര്യൻ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഹോളിംഗ് ബെൽ അടിച്ച് ഇവിടെ അന്നമ്മ ചേച്ചിയെ വിളിച്ചപ്പോൾ ആ പുള്ളിക്കാരി പോലും അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായോ, ഉച്ചയ്ക്ക് എന്നെ വിളിച്ചതാണല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പുള്ളിക്കാരി നമ്മളോട് ആദ്യം പറഞ്ഞത്. അത്രത്തോളം അമ്പരന്ന് നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനലബ്ധിയാണ്. അതിൻ്റെ ഒരു ആശങ്കയും അമ്പരപ്പും എല്ലാം ഉണ്ട്. എന്തായാലും അവരതിൻ്റെ സന്തോഷത്തിലേക്ക് അത് വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോഴും ഒരു ഫോൺ കോൾ വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീട്ടുമുറ്റത്ത് ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. BJP പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, നാട്ടുകാരെത്തിയിട്ടുണ്ട്. അവരെല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ മെമ്പറാണ്. 2 പ്രാവശ്യം മത്സരിച്ചപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നതിന് വേണ്ടി സഹായിച്ച വ്യക്തിയാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയായ ജോർജ് ചേട്ടൻ. ഞങ്ങളെല്ലാം വിളിക്കുന്ന ജോർജ് ചേട്ടനാണ്. പുള്ളിയുടെ ആദർശധീരമായ പ്രവർത്തനത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം. അതിൽ ഞങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. സന്തോഷം പറഞ്ഞറിയിക്കാൻ വിധത്തിൽ. അറിഞ്ഞപ്പോൾ വിശ്വസിച്ചു? ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല, പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു കേട്ടാണ് വിശ്വസിച്ചത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരാൾക്ക് നമ്മുടെ ജോർജ് സാറിന് ഈ സ്ഥാനം കിട്ടിയ വളരെ സന്തോഷിക്കുന്നു. പഞ്ചായത്തിനെ കൂടി ഒരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും. അതെ, എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ അന്നമ്മ ചേച്ചിയുടെ പ്രതികരണങ്ങൾ നൽകിയിരുന്നു. അവർ വിശ്വസിച്ചിട്ടില്ല. നമ്മളിവിടെ വന്ന് വിളിക്കുമ്പോഴാണ് അവർ പോലും അറിയുന്നത്. പലതവണ നമ്മൾ സാധാരണ ഗസ്റ്റ് വെക്കാനൊക്കെയാണ്, രാത്രിയിലെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇവിടെ എത്താറുള്ളത്. അങ്ങനെ വന്നതാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അതല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു സ്ഥാനലബ്ധി, ഇത്തരത്തിലുള്ളൊരു അംഗീകാരം ലഭിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ ഈ സുരേഷ് ഗോപിയുടെ വിജയവും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളുടെയൊക്കെ ഒരു പിന്തുണയും BJPക്ക് കൂടി വരുന്നു എന്ന് BJPയുടെ സംസ്ഥാന നേതാക്കളെല്ലാം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം കൂടി എത്തുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നോ ഇന്നലെയോ BJPയിലേക്ക് കടന്നു വന്ന ഒരാളല്ല SKN ജോർജ് കുര്യൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ BJPയുടെ തുടക്കം മുതൽ തന്നെ, അന്നു മുതൽ തന്നെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 4 പതിറ്റാണ്ട് മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ സജീവ പ്രവർത്തനം, ഈ ഒരു പ്രവർത്തകനായി ഇതിനുവേണ്ടി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളെന്നുള്ളൊരു ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾക്കൊക്കെ അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും എല്ലാം. എന്തായാലും ഈ ഒരു അംഗീകാരം ആ ഒരു പ്രവർത്തനത്തിനും കൂടി ഉള്ളതാണെന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ BJP പ്രവർത്തകരും ഒക്കെ പറയുന്നത്. മക്കൾ അറിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാനഡയിലാണ് ഒരാളുള്ളത്, അവിടെ രാത്രിയാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അവരുമൊക്കെയായി ബന്ധപ്പെടാനുള്ളൊരു ശ്രമത്തിലാണ്. എന്തായാലും ജോർജ് കുര്യൻ പത്നിയുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് ഇതുവരെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വിവരം അത് ആഘോഷിക്കുകയാണ് ഈ കാണക്കാരിയിലെ വസതി. SKN. ഓക്കെ, എന്തായാലും ടോബി ജോൺസൺ നമ്മുടെ റിക്വസ്റ്റ് ഉണ്ട്, ആ ഞെട്ടിൽ നിന്ന് ടോബി മാറിക്കോളും. ടോബിക്ക് ഇപ്പോഴും യഥാർത്ഥത്തിൽ എൻകൗണ്ടറിൽ മിസ്റ്റർ ജോർജ് കുര്യനെ വിളിക്കാൻ പോയ ഒരു മൂഡിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറായി നിന്നുള്ളൂ. ടോബി ജോൺസൺ, താങ്ക് യു. വിജയകുമാർ, നമ്മുടെ സുജിത് കുമാർ പറയുന്നു, നമസ്കാരം. ആഷ്മിക്കും വിജയകുമാറിനും ഒക്കെ നമസ്കാരം. സത്യപ്രതിജ്ഞാ ദിവസമെങ്കിലും നിങ്ങൾ കൂട്ടുമന്ത്രിസഭ എന്തിനാ പറയുന്നത്? അപ്പോൾ ഇന്ത്യ മുന്നണി കോൺഗ്രസ് മാത്രമാണോ SKN? അതങ്ങ് വിട്ടുപിടി. അല്ല, ഇന്ത്യ മുന്നണിയാണല്ലോ. അത് മന്ത്രിസഭയല്ലല്ലോ. നമ്മള് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ ഒരു ഔന്നിത്യമോ അല്ലെ പ്രാധാന്യമോ കുറച്ച് കാണാൻ വേണ്ടിയല്ല നമ്മൾ പറഞ്ഞത്. കൂട്ടുമന്ത്രിസഭ എന്ന് വെച്ചാൽ ഘടകകക്ഷികളുണ്ട്, അതുകൊണ്ട് കൂട്ടുമന്ത്രിസഭ. അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തില്ലല്ലോ ആ കാര്യം. അപ്പൊ ഒരു കൗതുകമുള്ള കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സുരേഷ് ഗോപിയുടെയും പേരിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ വഴിപാട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എനിക്ക് അട്രാക്ഷൻ ഉള്ള സാധനം ഉണ്ണിയപ്പോ. നരേന്ദ്രമോദിയുടെ നക്ഷത്രം അനിഴമാണ് എന്നും സുരേഷ് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വിവരമുള്ള ആളായിട്ടാണല്ലോ പറയുന്നത്. പ്രശ്നം വെച്ചാലേ സുരേഷ് ഗോപിയുടെ നക്ഷത്രം ചോദ്യമാണ്, മോദിയുടെ നക്ഷത്രം അനിഴമാണ് എന്നാണ് പത്തനംതിട്ടയിലെ BJP പ്രവർത്തകരുടെ അഷ്ടോത്തരാർച്ചനയുടെ റെസിപ്റ്റിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായി. ഒരു കണക്ക് വരുന്നത്, ബീഹാറിൽ നിന്നും UPയിൽ നിന്നും 8 മന്ത്രിമാർ വീതമുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് 4 പേര്, 3 പേര് കർണാടക, 2 പേര് ബംഗാളിൽ നിന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും 6 വീതം. JDUവിനും TDPക്കും 2 മന്ത്രിമാർ, 21 മൊത്തം പുതിയ മന്ത്രിമാർ എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഇടയ്ക്ക് വന്നാൽ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഒന്നുകൂടെ വൈകി 68 മന്ത്രിമാര് മൊത്തം 60-ലധികം മന്ത്രിമാർ. നല്ല കാര്യം. അപ്പോൾ ആഷ്മി, എനിക്ക് തോന്നുന്നത് ഈ ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ എടുത്തത് വഴി
നല്ലൊരു രാഷ്ട്രീയ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അസാധ്യ രാഷ്ട്രീയ പ്രത്യേകിച്ച് നീക്കമാണ്. കേരളത്തിലെ അതെ, ഈ strategy. കാരണം തൃശ്ശൂരിലേക്ക് എന്തായാലും ക്രിസ്തുമത വിശ്വാസികൾ അല്ലെ ക്രൈസ്തവര് സുരേഷ് ഗോപിയെ സഹായിച്ചിട്ടുണ്ട് എന്നത് നേരാണ്. അവിടുത്തെ കണക്ക് നോക്കിയാൽ ഒരു പക്ഷേ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ വിഭാഗം സുരേഷ് സഹായിച്ചു. പക്ഷേ ക്രൈസ്തവ വിഭാഗത്തിൽ കുറച്ചുകൂടി ആഴത്തിലിറങ്ങി പോകാൻ പറ്റിയ ആത്മവിശ്വാസം BJP ക്കുണ്ട്. അതിനാക്കം കൂട്ടുന്നതാകും ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ നോക്കി അങ്ങ് അത്ര വിജയിക്കാത്ത ഒരു നീക്കം. ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്കാരൻ കൂടിയാണ്. ഈ പറഞ്ഞ പോലെ അടിപൊളി പാർട്ടിയാണ്. വളരെ ചെറുപ്പം മുതലേ പാർട്ടിയിലൂടെ ABVP മുതൽ യുവമോർച്ചയിലൂടെ വളർന്ന 82-83 കാലം മുതൽ തന്നെ പാർട്ടി കൂടെ ഉള്ള ആളാണ്. അപ്പോൾ കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എനിക്കൊന്ന് വളരെ ആലോചിച്ചുറച്ച് പഠിച്ച് അല്ലെ ഗവേഷണമൊക്കെ നടത്തിയതിന്റെ ഒരു നീക്കമാണ്. കോഴിക്കോട്ട് BJP ആഘോഷ പരിപാടികൾ അല്ലേ? കോഴിക്കോട് നിന്നുള്ള ആഘോഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ വലിയ ആഘോഷങ്ങൾ. SKN ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ അടുപ്പിച്ച് 3 തവണ പ്രധാനമന്ത്രിയാവുന്ന നമുക്ക് ഒരു രാഷ്ട്രീയ റിപ്പോർട്ട് കൂടി അതിന് മുൻപുണ്ട്. ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ BJPയുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ട് ജോർജ് കുര്യനെ BJP കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കുകയാണല്ലോ. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായി അദ്ദേഹം നിയമിതനായിരുന്നു ആദ്യം. പിന്നീട് BJPയുടെ ക്രിസ്ത്യൻ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനത്തെ ഉപാധ്യക്ഷനായിരുന്നു. അപ്പോൾ എന്തായിരിക്കും BJP അദ്ദേഹത്തെ ഒരു പുതിയ തലത്തിലേക്ക് കേന്ദ്രമന്ത്രിയാക്കുമ്പോൾ ലക്ഷ്യമിടുന്നത് എന്നീ റിപ്പോർട്ട് വ്യക്തമാക്കും. കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിൽ BJPയുടെ എക്കാലത്തെയും വലം കൈയായിരുന്നു കോട്ടയം കാണക്കാരി സ്വദേശിയായ ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള 2ാം മന്ത്രിയായി ജോർജ് കുര്യനെ തിരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ സംഘപരിവാർ സംഘടനയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ച നേതാവ് എന്ന നിലയിലാണെന്ന് വ്യക്തം. വിദ്യാർത്ഥിക്കാലം മുതൽ തന്നെ സംഘപരിവാർ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തിയ ജോർജ് കുര്യൻ യുവമോർച്ചയിലൂടെയാണ് BJPയിലെത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ BJP മത്സരിപ്പിച്ചത് ജോർജ് കുര്യനെയായിരുന്നു. 15,000-ഓളം വോട്ട് നേടി 3ാം സ്ഥാനത്തെത്തിയ ജോർജ് കുര്യന് മണ്ഡലത്തിൽ BJPയുടെ വോട്ട് വിഹിതം 6% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് ജോർജ് കുര്യൻ പുലർത്തുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയാണ് 2017 മേയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ മലയാളി ഉപാധ്യക്ഷനായി ജോർജ് കുര്യനെ നിയമിച്ചത്. BJP നേതൃത്വത്തിനിടയിലും ക്രൈസ്തവ നേതൃത്വത്തിനിടയിലുമുള്ള സംവാദങ്ങളിൽ ഒരു പാലമായി പ്രവർത്തിച്ച ജോർജ് കുര്യൻ സംഘടനയിലെ ഏറ്റവും ശക്തനായ ന്യൂനപക്ഷ സമുദായാംഗങ്ങളിൽ ഒരാളാണ്. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ BJPയുടെ ശക്തനായ വക്താവെന്ന നിലയിൽ ശ്രദ്ധേയനായ ജോർജ് കുര്യൻ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നതിലും നിർണായക പങ്കാണ് വഹിച്ചത്. അൽഫോൺസ് കണ്ണന്താനത്തിനു ശേഷം കേരളത്തിൽ നിന്ന് NDA ഭരണത്തിലിടം നേടുന്ന 2ാമത്തെ ന്യൂനപക്ഷ നേതാവാണ് ജോർജ് കുര്യൻ. കൊച്ചി നേവൽ ബേസിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന OT അന്നമ്മയാണ് ഭാര്യ. ആദർശ്, ആകാശ് എന്നിവർ മക്കളാണ്. റിസർച്ച് ഡെസ്ക് 24. അശ്മി, നമുക്കൊരു കോമഡി വന്നിട്ടുണ്ട്. സുരേഷ് കുമാർ പറയുന്നു, നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് മാറ്റി കേരളത്തിന് ഗുണകരമായ വല്ലതും വാങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തിരിച്ചിട്ടില്ല. അമ്മച്ചിയാണ് നമ്മളെ തിരിച്ചിട്ടില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടെ വിപിൻ, അപ്പം അശ്മിയോട് എനിക്കൊന്ന് വിജയകുമാറിനോട് പറയാനാ, 24 വക 100 പേർക്ക് കൊട്ടാരക്കര ഉണ്ണിയപ്പം വരുമെന്നാണ് ഒരു ബ്ലോഗർ പറയുന്നത്. എപ്പോ വരും അല്ലേ അണ്ണാ, എപ്പോ വരും അണ്ണാ അല്ലേ? ഓക്കെ, എന്തായാലും വരുമെന്നാണ് വിശ്വാസം. അപ്പോൾ ആഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആഷ്മി യഥാർത്ഥത്തിൽ വളരെ നിശ്ചിതമായി ഈ എൻകൗണ്ടർ സംവാദം കൊണ്ടുപോകുന്ന ആളാണല്ലോ. അപ്പം കഥാപ്രസംഗം, പിന്നെ കുറച്ച് അധിക പ്രസംഗം എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ സമുചിതമായിട്ട് ആഘോഷിക്കുന്ന ഇത്രയും കാലത്തിനിടയിൽ, കാര്യം കുറേ കാലമായി ആഷ്മി 24 എൻ്ററായിട്ട് 24 വളരെ എസ്റ്റാബ്ലിഷ് സ്റ്റാർ അവതാരകരാണ് ആഷ്മി. ഇത്രയും കാലത്തെ ജോർജ് കുര്യനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഒരു അനുഭവം എങ്ങനെയാണ്? ഇപ്പൊ വിലയിരുത്താൻ പറ്റിയ സമയമാണ്. കഴിഞ്ഞാൽ പിന്നെ പറയാനും പറ്റില്ല. ജോർജ് കുര്യൻ ചർച്ചയ്ക്ക് വന്ന് കലിപ്പാണ് കലിപ്പ സ്ട്രൈറ്റ് ആണ്. അല്ല നമ്മള് ചാനൽ ചർച്ചയിൽ ഒന്നുമില്ല, അല്ല ചർച്ചയിൽ ദേഷ്യം കാണിക്കുക, അല്ല ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കലിപ്പ. ചേട്ടാ അങ്ങനല്ല, ചർച്ചയിൽ ചർച്ചയാകുമ്പോഴത്തേക്കല്ലേ പുള്ളി കലിപ്പ. മാന്യമായ പ്രതികരിക്കും. അത് ശരി, ഒരു സമയം കഴിയുമ്പോൾ ഒരിക്കൽ പോലും ഒരു ചർച്ചയിൽ നമ്മുടെ TV ചാനലിൽ മാത്രമല്ല, ഏഷ്യൻ ന്യൂസിലോ മനോരമ ന്യൂസിലോ മാതൃഭൂമി ന്യൂസിലോ പിന്നെ കണ്ടാൽ അറിയുന്ന മറ്റു വാർത്താ ചാനലിലോ വാവിട്ടൊരു വാക്ക് അദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. ദേഷ്യപ്പെടുകയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഷയുടെ മര്യാദ അദ്ദേഹം വിടാറില്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കും. അതിന് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജോർജ് കുര്യനായിരുന്നു BJPയുടെ അവിടുത്തെ ഗസ്റ്റുകളെ തരുന്ന കോർഡിനേറ്റർ. അപ്പോൾ അത് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വിളിക്കേണ്ടി വരും ഈ 3 പേരെയും. അപ്പോൾ ജോർജ് കുര്യൻ, ദീപ്തിയെയും ബിജു കണ്ടൊക്കെ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വിളിക്കേണ്ടി വരും. അപ്പോൾ വിളിക്കാറുണ്ട്, അപ്പോൾ കാര്യമായി സംസാരിക്കാറുണ്ട്, ആളൊക്കെ കൃത്യമായ ആളെ തരാറുണ്ട്. ആ ജോലി അദ്ദേഹം വളരെ ഭംഗിയെ നിറവേറ്റുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ ജോർജ് കുര്യൻ ഒട്ടുമിക്ക എല്ലാ ദിവസവും വിളിക്കുന്ന കാരണം
ഒരു ആത്മബന്ധം ഉണ്ടാവില്ല. അതല്ല, ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം എപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ സംവാദങ്ങളിൽ ഒരു നിറ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സാന്നിധ്യമാണ് ഇപ്പോഴും, അല്ലേ? അപ്പൊ ആ ഒരു ബന്ധം അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കലിപ്പാണെങ്കിലും വളരെ മാന്യമായ ഭാഷയിൽ നമ്മോട് വിയോജിക്കണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം യോജിക്കണമെന്ന് തോന്നുന്നു യോജിക്കും. പക്ഷേ അതൊക്കെ ഒരു ഭാഷാശുദ്ധി അദ്ദേഹം കീപ്പ് ചെയ്യും. ഏറ്റവും മികച്ച ഗസ്റ്റുകളെ നമുക്ക് തരുകയും ചെയ്യുമായിരുന്നു. എന്നോട് ഒരു അങ്ങനെ പറഞ്ഞു. എന്നോട് പരാതി പറയാൻ വിളിച്ചപ്പോഴേ ഞാൻ ശുഭിതനായിട്ട് അങ്ങോട്ട് സംസാരിച്ചു. ഞാൻ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും. ഒന്നും സംഭവിക്കാതെ വിളിച്ചു സംസാരിച്ചു. ഒരു കട്ട കലിപ്പാണെന്ന് വളരെ മാന്യമായ. മാത്രമല്ല, എനിക്കൊന്ന് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ വഴി പോകുന്ന നല്ലത്. കാര്യം ഈ മനുഷ്യരെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തോന്നൽ കൈവിട്ടു പോകുന്ന പല അതിഥികളെയും കണ്ടിട്ടുള്ള ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും ഒരു അഭിമാനവും സന്തോഷവും. നമുക്ക് ഏറ്റവും അടുപ്പവും പരിചയമുള്ള മന്ത്രിയാണ്. ഗുഡ് മോർണിംഗ് പറയാം, അല്ലേ? വിജയകുമാറിന് ജോർജ് കുര്യനെ കുറച്ച് കാലം കോട്ടയം ജില്ലക്കാരൻ എന്ന നിലയിലുള്ള നിങ്ങൾ അയൽവാസികളാണ്. അയൽവാസി എന്ന് പറയുന്നത് നമ്മൾ ഒരു ജില്ലക്കാരാണ്. ആ ഒരു പരിചയം കൂടിയുണ്ട്. പിന്നെ നമ്മളുടെ വിജയകുമാർ ഇപ്പൊ നടക്കുന്ന ആഹ്ലാദ പ്രകടനം കാണിച്ചല്ലോ. ഒരു പെട്ടെന്ന് ക്യാമറ വെട്ടിച്ചെങ്ങുമില്ല. അത് കോഴിക്കോട് നിന്നാണ്. ക്യാമറമാൻ വരണ്ടെന്ന് തോന്നുന്നു.